നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ആലപ്പുഴയിലെ കഴിഞ്ഞ ദിവസമുണ്ടായ കാർ ആക്സിഡൻറ്റ് കേരള സമൂഹം ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. 6 ജീവനുകൾ, 6 ഭാവി വാഗ്ദാനങ്ങളായ ഡോക്ടർമാരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ ഓരോ കുടുംബത്തിൻ്റെയും ആശയും പ്രതീക്ഷയുമാണ് ഒരു നിമിഷാർത്ഥത്തിൽ ആ റോഡിൽ പൊലിഞ്ഞു പോയത്. 4 പേര് ഇപ്പോഴും ചികിത്സയിലാണ്. ഒരാൾ മാത്രം അത്ഭുതകരമായി ഒരു പരിക്കുമേൽക്കാതെ രക്ഷപ്പെട്ടു. ആ അപകടമുണ്ടാക്കിയ ട്രോമയിൽ നിന്നും അവനെയും ചികിത്സിച്ച് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അമിത വേഗവും മഴയുമാകണം അപകടത്തിൻ്റെ പ്രധാന കാരണം. പിന്നെ വാഹനം ഓടിച്ചിരുന്ന ആ കുട്ടിയുടെ പരിചയക്കുറവും ഒരു കാരണമായിട്ടുണ്ടാകാം. 19 അതോ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് വണ്ടി ഓടിച്ച് എത്രമാത്രം പരിചയമുണ്ടാകാനാണ്, അല്ലേ? ഇന്ന് ഈ വീഡിയോയിൽ അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ ഇൻഷുറൻസും അപകടത്തിൽപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരവും സംബന്ധിക്കുന്ന ചില സുപ്രധാന കാര്യങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും അത്യാവശ്യം കാണേണ്ട ഒരു വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരിലേക്കും എത്തിക്കണമെന്നുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. കുട്ടികൾ ഓടിച്ചുകൊണ്ടുപോയി അപകടത്തിൽപ്പെട്ട വാഹനം ഒരു പഴയ ഷെവർലെ ടവേരയാണ്. അതിൻ്റെ ഉടമസ്ഥൻ ആലപ്പുഴ വളഞ്ഞ വഴിയിലുള്ള ഒരു ഷാമിൽ ഖാൻ ആണെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. ഈ വാഹനം ഒരു പ്രൈവറ്റ് കാർ ആയിരുന്നോ അതോ ഒരു പെർമിറ്റുള്ള കോൺട്രാക്റ്റ് കാരിയേജ് ആണോ എന്നും അറിയില്ല. എന്നാൽ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ ശ്രീ ഷാമിൽ ഖാൻ ഈ വാഹനം 1000 രൂപ ഗൂഗിൾ പേ വഴി വാങ്ങി കുട്ടികൾക്ക് റെൻറ്റിന് കൊടുത്തതാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ വാഹനം ഇങ്ങനെ റെൻറ്റിന് കൊടുക്കുവാനുള്ള ലൈസൻസോ പെർമിറ്റോ ഉടമസ്ഥൻ എടുത്തിരുന്നില്ല എന്നാണ് അവരുടെ ഭാഷ്യം. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, ഇതൊരു പ്രൈവറ്റ് കാർ തന്നെ ആയിരുന്നിരിക്കണം എന്ന്. പെർമിറ്റുള്ള ഒരു കോൺട്രാക്റ്റ് കാരിയേജ് ആയിരുന്നുവെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങനെ പറയുമായിരുന്നില്ല. ഒരു പ്രൈവറ്റ് കാർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു വ്യക്തിയുടെ സോഷ്യൽ, ഡൊമസ്റ്റിക് അല്ലെങ്കിൽ പ്ലഷർ പർപ്പസിനും അതേപോലെ പ്രൊഫഷണൽ പർപ്പസിനും മാത്രം ഉപയോഗിക്കേണ്ട ഒരു വാഹനമാണെന്നും അതിൽ സാമ്പിളുകളല്ലാതെ ചരക്കുകൾ കയറ്റാൻ പാടില്ലാത്തതും അതേപോലെ തന്നെ ഹയർ അല്ലെങ്കിൽ റിവാർഡിനോ ആയി ഉപയോഗിക്കാൻ പാടില്ലാത്തതുമാണ് എന്നാണ്. ഇവിടെ 1000 രൂപ ഷാമിൽ ഖാൻ വാങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒടുക്കം പറഞ്ഞ ഹയർ ഓർ റിവാർഡിനായി ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം ലംഘിക്കപ്പെട്ടു. അതുമാത്രമല്ല, അങ്ങനെ റെൻറ്റിന് കൊടുക്കുവാൻ ആ വാഹനത്തിന് ഒരു റെൻറ്റ് എ ക്യാബ് പെർമിറ്റുമില്ല. റെൻ്റ് എ ക്യാബായി ഒരു വാഹനം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പെർമിറ്റ് എടുക്കണമെങ്കിൽ 6 പേരിൽ കൂടുതൽ പേർക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒരു വാഹനം ആയിരിക്കരുത് അത് എന്നും, അങ്ങനെ റെൻ്റ് എ ക്യാബായി പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ചുരുങ്ങിയത് ഒരു 50 വണ്ടിയെങ്കിലും ഉണ്ടാകണമെന്നും തുടങ്ങിയ ഒട്ടേറെ നിബന്ധനകളുമുണ്ട്. ഇങ്ങനെ പണം കൊടുത്തതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച MVD ഉദ്യോഗസ്ഥർ ബാങ്കിൽ നിന്നും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എടുക്കുമെന്നും എന്നിട്ട് വാഹനത്തിൻ്റെ RC ക്യാൻസൽ ചെയ്യുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. കൂടാതെ ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത് ഉടമ ശ്രീ ഷാമിൽ ഖാനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുമെന്നുമാണ് RTO അധികൃതർ ഇപ്പോൾ പറയുന്നത്. എന്താണെങ്കിലും ആ വാഹനം ഇനി ഉപയോഗിക്കാൻ പറ്റില്ലാത്ത വിധത്തിൽ ഒരു ടോട്ടൽ ലോസ് അവസ്ഥയിലാണ്. ഈ വാഹനത്തിന് ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമുള്ള ഒരു പ്രൈവറ്റ് വാഹനത്തിലെ യാത്രക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുമോ? ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അങ്ങനെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഇപ്പോൾ ഇന്ത്യയിലില്ല. വാഹനത്തിൻ്റേത് ഒരു പാക്കേജ് ഇൻഷുറൻസ് അഥവാ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആയിരുന്നു എങ്കിൽ വാഹനത്തിലെ യാത്രക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമായിരുന്നു. അപ്പോഴും ഒരു കുഴപ്പമുണ്ട്. വാഹനത്തിൽ കയറാവുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ നിയന്ത്രണമുണ്ട്. RC ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ അധികം യാത്രക്കാർ വാഹനത്തിലുണ്ടെങ്കിൽ അതും ഇൻഷുറൻസ് കിട്ടുന്നതിന് തടസ്സമാകും. ഓർമ്മിക്കണം, അപ്പോഴും തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമുള്ള വാഹനത്തിൻ്റെ ഉടമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിയമപരമായ ബാധ്യത ഇല്ലാതെയാകുന്നില്ല. ഈ ഒരു പൊസിഷൻ ഉടമയ്ക്ക് വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടിക്കണക്കിന് രൂപയായിരിക്കും അയാൾക്ക് വരുവാനിടയുള്ള സാമ്പത്തിക ബാധ്യത. അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു ചോദ്യം ഇതിനോടനുബന്ധിച്ചുണ്ടായി എന്ന് വരാം. KSRTCയുടെ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ തേർഡ് പാർട്ടിയായി വരില്ലേ കുട്ടികൾ സഞ്ചരിച്ചിരുന്ന ടവേര കാർ എന്നതാണ് ആ ചോദ്യം. ശരിയാണ്, തീർച്ചയായും KSRTC ബസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തേർഡ് പാർട്ടിയാണ് ടവേര കാറും.
അതിനുള്ളിൽ സഞ്ചരിച്ചിരുന്ന എല്ലാവരും. KSRTC ബസ്സല്ലേ, ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ആർക്കറിയാം? ഉണ്ടെങ്കിൽ നല്ലത് തന്നെ. KSRTCക്കെതിരെ MICT കോടതികളിൽ നഷ്ടപരിഹാര കേസുകൾ നടത്തി അവസാനം KSRTC ബസ്സുകൾ തന്നെ ജപ്തി ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഇപ്പോൾ വളരെ സാധാരണമാണ്. മാത്രമല്ല, ഈ അപകടത്തിൽപ്പെട്ട KSRTC ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം പോലീസ് FIR ഇട്ടിരുന്നു എന്നും പിന്നീട് അത് മാറ്റിയെന്നും കേൾക്കുന്നു. ഈ ഒരു അപകടത്തിൽ KSRTC ഡ്രൈവറെ പ്രതി ചേർത്തതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങളെല്ലാം KSRTC ഡ്രൈവർക്ക് അനുകൂലമാണ്. അപ്പോൾ സ്വാഭാവികമായും ടവേര ഓടിച്ചിരുന്ന ആളാണ് പ്രതി എന്ന് വരും. ചുരുക്കത്തിൽ വാഹന ഉടമയും ഡ്രൈവറുമായിരിക്കും പ്രതികൾ. അങ്ങനെ തന്നെ ഇവിടെ സംഭവിക്കാനും സാധ്യത ഉള്ളൂ. ഇനി ഞാൻ പറയുവാൻ പോകുന്ന 1-2 കാര്യങ്ങൾ എല്ലാ വാഹന ഉടമകളും, പ്രത്യേകിച്ചും പ്രൈവറ്റ് കാർ ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾക്കാണെങ്കിൽ പോലും യാതൊരു കാരണവശാലും വാഹനങ്ങൾ കൊടുത്തുവിടരുത്. ഒരുപക്ഷെ അത് അവർക്ക് നിങ്ങളോട് നീരസമോ പിണക്കമോ ഉണ്ടാക്കിയെന്ന് വരാം. എന്നാലും കുഴപ്പമില്ല, വാഹനം അങ്ങനെ കൊടുത്തുവിടരുത്. വണ്ടി ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ വാഹനം ഓടിച്ചിരുന്ന ഭർത്താവിനെ പ്രതിയാക്കി ഭാര്യ തന്നെ കേസ് കൊടുക്കുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രം ഉണ്ടായിരുന്ന വാഹനങ്ങൾ സ്വയം അപകടത്തിൽപ്പെടുകയും മറ്റൊരു വാഹനവും ആ അപകടത്തിന് കാരണമാകാതിരിക്കുന്ന ചില സന്ദർഭങ്ങളിൽ സുഹൃത്തുക്കൾക്കെതിരെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളും കേസ് കൊടുക്കുന്നതും ബന്ധങ്ങൾ അങ്ങനെ തീർത്തും വഷളായിപ്പോയതുമൊക്കെ, അങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ, കേസുകൾ എനിക്കറിയാം. ഒന്നും വേണ്ട, നമ്മുടെ വാഹനം കൊണ്ടുപോകുന്ന സുഹൃത്ത് 3 ലിറ്ററിലധികം വിദേശ മദ്യം വാഹനത്തിൽ കൊണ്ടുപോകാൻ ഇടയാകുകയും ചെക്കിങ്ങിനിടയിൽ വാഹനത്തിൽ അത് കണ്ടെത്തുകയും ചെയ്താൽ വാഹനം സഹിതം അധികാരികൾ കസ്റ്റഡിയിലെടുക്കും. വെറുതെ ആണെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് പുലിവാല് പിടിക്കേണ്ടതുണ്ടോ? ഇനി ഇതൊരു പെർമിറ്റുള്ള വാഹനമായിരുന്നു എന്ന് വിചാരിക്കുക, ഒരു കോൺട്രാക്ട് കാരേജ് പെർമിറ്റാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് തീർച്ചയായും ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകും. പക്ഷേ ഇവിടെയും ഒരു കുഴപ്പമുണ്ട്. പെർമിറ്റഡ് ആയിട്ടുള്ള പാസഞ്ചർ എണ്ണം എത്രയാണോ അതിൽ കൂടുതൽ യാത്രികർ വണ്ടിയിലുണ്ടെങ്കിൽ തീർച്ചയായും ഇൻഷുറൻസ് കിട്ടുവാൻ തടസ്സങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ടവേരയിൽ സഞ്ചരിച്ചിരുന്നത് 11 പേരായിരുന്നു. എന്തിനാണ് ഇങ്ങനെ പെർമിറ്റിൽ കൂടുതൽ ആളുകളെ വാഹനത്തിൽ കയറ്റരുത് എന്ന് പറയുന്നത്? പെർമിറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്നതിൽ കൂടുതൽ അളവിൽ ചരക്ക് കയറ്റരുത്, യാത്രക്കാരെ കയറ്റരുത് എന്ന് പറയുന്നത് തീർച്ചയായും സുരക്ഷാ കാരണങ്ങളാൽ തന്നെയാണ്. ഇനി വാഹനം റെൻ്റ് എ ക്യാബ് പെർമിറ്റ് ഇല്ലാതെ ഷാമിൽ ഖാനെ പോലെ റെൻറ്റിന് കൊടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു വാഹനം നിങ്ങൾ റെൻറ്റിന് കൊടുക്കുകയും ആ വാഹനം ഒരു അപകടത്തിൽപ്പെടുകയും ആ വാഹനത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കുള്ള ക്ലെയിം നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് വാഹനം നിങ്ങൾ റെൻറ്റിന് കൊടുത്തിരുന്നു എന്ന് ഇൻഷുറൻസ് കമ്പനിക്ക് ബോധ്യമായാൽ, ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പ്രൈവറ്റ് കാറുകൾ ഹയർ ഓർ റിവാർഡിന് കൊടുക്കുവാൻ പാടില്ല എന്ന ഒറ്റ കാരണത്താൽ നിങ്ങളുടെ ക്ലെയിം നിഷേധിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രൈവറ്റ് കാറുകൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമല്ല, മാത്രമല്ല അത് നിങ്ങൾക്ക് വൻ നഷ്ടം ഉണ്ടാക്കിയേക്കാനും സാധ്യതയുണ്ട്. എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാഹന നിയമങ്ങൾ കർശനമാണ്. അതേപോലെ തന്നെയാണ് ഇൻഷുറൻസ് നിയമങ്ങളും. അത് പാലിക്കുമ്പോൾ നിങ്ങൾ വലിയ സാമ്പത്തിക ബാധ്യത കൂടിയാണ് ഒഴിവാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.